എല്ലാവരും ഒരാഗ്രഹം പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കണം എന്നല്ലേ പറയാറ്. അവളൊരു ചെറിയൊരു ആഗ്രഹം എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവൾക്ക് വ്ളോഗ് എടുക്കണം എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ അതെങ്ങനെ എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ തോട്ടത്തിലോട്ട് മീൻ പിടിക്കാൻ പോകുമ്പോൾ ഈ ലൂട്ടിയാ പോയെ. ഈ ലൂട്ടെ ഈ കന്നാരത്തിലൂട്ടെ അന്ന് പോയത്. നമ്മൾ എങ്ങനെയല്ലോ അവിടെ എത്തി. കൃപ ചേച്ചി എന്നെ എടുത്തിട്ട് കുറേ പോയി. അവിടെ കുഞ്ഞു അടിയാണ്. കുഞ്ഞു ഒരു പൂച്ച പട്ടിക്കുഞ്ഞിനെ പോലും നടക്കാൻ പറ്റൂല കേട്ടോ. ഈച്ചക്ക് അതിന് പോലും നടക്കാൻ ഇത് കുഞ്ഞടിയാട്ടോ. അതുകൊണ്ട് നമുക്ക് പോകാൻ കുറച്ച് ഇതാണ്. ഈ റൂട്ടിയാണ് നിറച്ച് ഇതായിരിക്കും കന്നാരമുള്ളു. അങ്ങനെ നമ്മളെങ്ങനെ അത് സാഹസികമായിട്ട് ഇഷ്ടപ്പെട്ടാണ്. അതിലൂടെ പോയി നമ്മൾ കൊക്കോക്കത്തോട്ട് ഇട്ടു. അവിടെ ഒരു കാട് പോലെ കണ്ടിട്ടില്ല, അത് കൊക്കോക്കത്തോട്ടാട്ടോ. അത് കൊക്കോ എന്താണെന്ന് മനസ്സിലായാലും നമ്മുടെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന കുരുവാണേ. അത് ഉണക്കിയിട്ട് നമ്മൾ ഫാക്ടറിയിൽ കൊടുത്താൽ മതി. അത് അവർ പൊടിച്ചിട്ട് മെൽറ്റ് ചെയ്തിട്ട് ചോക്ലേറ്റ് മോൾഡ് വെച്ചിട്ട് ചോക്ലേറ്റ് ആക്കും. ഡയറി മിൽക്കല്ല അതിനെ ഉണ്ടാക്കുന്ന ഒരു ദിവസം ഞാൻ അതിൻ്റെ വീഡിയോ ഇടാട്ടാ. അല്ലാണ്ട് നമുക്കൊരു വീഡിയോ ഇടാട്ടാ. കുറേ പേര് ചോദിച്ചായിരുന്നു കൊക്കോക്ക് എന്തായിരുന്നു എന്ന്. അതാണ് ഞാനിപ്പം പറഞ്ഞത്. കൊക്കോക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന കേട്ടോ. കൊക്കോക്ക് കൊണ്ട് നമ്മൾ ചോക്ലേറ്റ് എല്ലാം ഉണ്ടാക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാധനം അതിനെ കൊണ്ടിടാം. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം. നമ്മുടെ കന്നാരെന്ന് വെച്ചാൽ ചില ജില്ലകളിൽ ഉണ്ടാവും. നമ്മുടെ എറണാകുളത്തെ പറഞ്ഞാൽ അങ്ങനെയുള്ള ഇടുക്കി അങ്ങനെയുള്ള ജില്ലകളിൽ ഉണ്ടാവില്ല കേട്ടോ. കന്നാരെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ കൈതച്ചക്ക, നമ്മുടെ പൈനാപ്പിളാണ്. ഇതിൻ്റെ മുള്ളുണ്ട് ഭയങ്കര വേദന. 2-3 മുള്ളുണ്ട്. അവിടെയെല്ലാം കൊണ്ട് അവിടെ ചോറ് ഇതാവും കേട്ടോ. അങ്ങനെയാണ് മക്കളെ കന്നാരം മുള്ള ഇവിടെ മുളച്ച് വരുന്നില്ല കേട്ടോ. എല്ലാം അതുകൊണ്ട് ഇതുണ്ട്. ഈ വഴിയിൽ കല്ലും കുഴിയും കുറേ ഇതാണ്. കയറ്റ് വറക്കുന്നുണ്ട്. നടന്ന് പോകാൻ ആയിരിക്കും പറ്റില്ല. നമ്മളിപ്പോൾ ഇത് കേട്ട് ശീലിച്ചിട്ടായതുകൊണ്ട് ഇതുണ്ട് കനാലാട്ടോ. ഇത് കനാലിന് വറ്റിപ്പോയി. കനാലൊക്കെ വറ്റിപ്പോയി ഗൈസ്. നമ്മുടെ കുളിക്കാൻ പോകുന്ന കനാല് ഇതിലൂട്ടൊരു മൂട് വന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ വീട്ടിട്ടുണ്ടായിരുന്നു. കുറേ പേര് ചോദിച്ചാണ് ഡെയ്മ ലൈഫ് ഇടും. നാളെ നമ്മൾ എന്തായിരിക്കും കേട്ടോ ഡെയ്മ ലൈഫ്. എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, എല്ലാവരും സപ്പോർട്ടും ചെയ്യണം കേട്ടോ. ഷെയറും സബ്സ്ക്രൈബറും ചെയ്യണം കേട്ടോ. ആരും ചെയ്യണം. ഇതാണ് നമ്മൾ വഴി കേട്ടോ. ഈ മരങ്ങൾ ഒത്തിരി കാട് പിടിച്ചോർത്ത് വഴി കേട്ടോ. ഇത് പണ്ട് മരം കൊണ്ടുണ്ടാക്കിയ പോസ്റ്റായിരുന്നു. ഇപ്പം അതെല്ലാം മാറിയിട്ടോ. കുറച്ച് ഗുഹ വഴിയാട്ടോ ഇത്. നല്ല കാട് പോലെ തന്നെ ഉണ്ട്. പക്ഷേ ഇത് കാടില്ല, ഒരു തോട്ടങ്ങളാണിത്. ഓരോ തോട്ടങ്ങളുണ്ട് നാട്ടിൽ. കല്ലുകാർക്കാണ് കൂടുതൽ കേട്ടോ. മരങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഇലയെല്ലാം കൊയിഞ്ഞ് വെക്കുന്നത് കണ്ടോ. കാണിച്ചു കൊടുക്കുക. ഇലയെല്ലാം കൊയിഞ്ഞ് വെക്കണം. ഇലയെല്ലാം കൊയിഞ്ഞ് വെക്കണം. ഇത്രയും പോയി കുറേ ഇലകളുണ്ട് കേട്ടോ. ഇനി നമുക്ക് ന്യൂസ് പേപ്പർ ഇങ്ങനത്തെ മരങ്ങളെല്ലാം മുറിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇങ്ങനെ മരങ്ങളെല്ലാം മുറിച്ച് കൊണ്ടുപോകും. അയ്യോ നടന്ന് മടുപ്പിട്ടാണ്. ഇനിയുണ്ട് കുറേ. എത്താനാവാനായിട്ടുണ്ട്. അല്ലിപ്പോൾ നമ്മൾ കൂട്ടാത്തോളത്താണ് പോകുന്നത് കേട്ടോ. ഇത് കിട്ടോ. ഇവിടെ ഇങ്ങനെ മരങ്ങളും കാടും വഴി ഫുള്ള് എല്ലാം ഇതാട്ടോ.